പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് മോർണിംഗ് മന്നായിലേക്ക് കടന്നു വരാം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. തികഞ്ഞ പ്രത്യാശയോടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരും നമുക്ക് ഈ ഭൂമിയിൽ അനുദിനം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അവിടുത്തെ സാന്നിധ്യമാണ്. അവിടുന്ന് നമ്മളോട് അതാത് സമയങ്ങളിൽ ഇടപെടുന്ന ശബ്ദങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക്, ദൈവത്തിൻ്റെ വാക്കിന് ഒരിക്കലും മാറ്റം വരത്തില്ലെന്നുള്ളതാണ്. ബൈബിളിലെ പല ഭാഗങ്ങളുണ്ട്. ഇതിനെ ആസ്പദമാക്കി കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിക്കുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കാം. നിശ്ചയമായിട്ടും അത് നമ്മുടെ ആത്മീയജീവിതത്തിന് ഒത്തിരി പ്രചോദനമായി തീരും. ദൈവാലോചന ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ, ഇഷ്ടപ്പെടാത്ത ദൈവാലോചന അറിയിച്ചതിൻ്റെ പേരിൽ വളരെ പ്രയാസമനുഭവിച്ചൊരു ബൈബിൾ കഥാപാത്രമാണ് മീഖായാവ് എന്ന് പറയുന്ന ബൈബിൾ കഥാപാത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിലാണ് മീഖായാവിൻ്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മീഖായാവ് ദൈവത്തിൻ്റെ നാവായിട്ട് നിന്ന പ്രവാചകനാണ്. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നാവായിട്ട് നിൽക്കുന്നവർക്ക് ഒരിക്കലും പൂമാലയല്ല കിട്ടുന്നത്, കല്ലേറാണ് കിട്ടുന്നത്. കാരണം ചിലരുടെ രഹസ്യ പാപ സ്വഭാവങ്ങൾ നിയോഗത്തോടുകൂടെ അഭിഷക്തന്മാർ വിളിച്ചു പറയുമ്പോൾ ആ ദൂത് ദാവീദിനെ പോലെ ഏറ്റെടുക്കേണ്ടതിന് പകരം യൊരോബെയാമിനെ പോലെ അടിക്കാൻ കൈയോങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒരിക്കലും മാറ്റമില്ല എന്നുള്ളത് തിരുവചനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മീഖായാവിൻ്റെ ചരിത്രം നമുക്കതാണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 22-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. ആഹാബും യഹോശാഫാത്തും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്. രാജാക്കന്മാർ തമ്മിൽ കൂട്ടുകെട്ട് കൂടുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, രാജ്യങ്ങളുടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. പക്ഷേ യഹോശാഫാത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടന്നൊരു യഹൂദ രാജാവാണ്. എന്നാൽ ആഹാബ് ഈസബേലിയ ഇംഗിതങ്ങൾക്കനുസരിച്ച് ബാലിനെ സേവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാജാവാണ്. ഒരിക്കലും ബാലും യാഹുവയും കൂടെ ഒരുമിച്ച് ചേരത്തില്ല. അത് ഒരിക്കലും ഒരുമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ആഹാബും യഹോശാഫാത്തും കൂടെ ഒരുമിച്ച് രാമോത്തിലേക്ക് യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന കാര്യം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 22-ാം അധ്യായത്തിൽ പല ആഹാബിൻ്റെ കൂടെ നിൽക്കുന്ന പല പ്രവാചകന്മാർ, സിദക്കിയാവെന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ പല പ്രവാചകന്മാർ ആഹാബിന് രാമോത്തിലേക്ക് പോകാനായിട്ട് അവനോട് ഓക്കെ പറയുകയാണ്. കാരണം ആഹാബിന് അവിടെ പോകുന്നത് ഇഷ്ടമാണ്, അതിനെ പിടിക്കുന്നത് ഇഷ്ടമാണ്. അവിടേക്ക് പോയി അതിൻ്റെ 3-ാം വാക്യത്തിൽ 22:3 ഇങ്ങനെ കാണുന്നു, ഇസ്രായേൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ആഗ്രഹമാണ് രാമോത്ത് പിടിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ യഹോശാഫാത്ത് ഏതൊരു കാര്യവും ദൈവാലോചന കേട്ടിട്ടേ ചെയ്യത്തുള്ളൂ. നിങ്ങളങ്ങനാണോ? ഏതൊരു കാര്യം ദൈവാലോചന കേട്ടിട്ട് മുന്നോട്ട് ഇറങ്ങുന്നവരാണോ? ഇത് യഥാർത്ഥമായിട്ടുള്ള ദൈവാലോചന കേൾക്കുകയും വേണം, അല്ലെങ്കിൽ പെട്ടുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ യഹോശാഫാത്തിന് ആ കാര്യത്തിന് വേണ്ടി പോകണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം. ആഹാബ് പറയാ, എൻ്റെ കയ്യിലുണ്ടല്ലോ, എൻ്റെ ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ടല്ലോ, ഇഷ്ടം പോലെ പേര് എൻ്റെ കൂടെ ഉള്ളവരുണ്ട്. അങ്ങനെ സിദക്കിയാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവാചകന്മാർ വന്ന്, യഥാർത്ഥ പ്രവാചകന്മാരാണോ അത്? അല്ല. അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്നതൊക്കെ തിന്ന് അവൻ കൊടുക്കുന്ന നന്മകളൊക്കെ അനുഭവിച്ച് അവനിഷ്ടമുള്ള രീതി പ്രവചിക്കുന്ന പ്രവാചകനാണ് സിദക്കിയാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവാചകവൃന്ദം. ഹല്ലേലൂയ. യഹോശാഫാത്തിനോട് അവർ പറയുക, ധൈര്യമായിട്ട് ചൂടുവെച്ചോ, നിങ്ങളുടെ കയ്യിൽ ദൈവം അതിനെ ഏൽപ്പിക്കും. പക്ഷെ അതങ്ങോട്ടൊരു നല്ല ദൂതായിട്ട് അവന് തോന്നിയില്ല. കാരണം ആത്മാവിൻ്റെ ഒരു ചലനം അതിനകത്തില്ലായിരുന്നു. ദൈവാത്മാവുള്ളവർക്ക് യഥാർത്ഥ ദൈവീക ആത്മാവിൻ്റെ സാന്നിധ്യവും ശബ്ദവും അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഫേക്കായിട്ടുള്ളതും തിരിച്ചറിയാനായിട്ട് കഴിയും. ആത്മാവിൽ നടക്കുന്നവരാണെങ്കിൽ, ദൈവാത്മാവിൽ നടക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ, ഞാൻ നിങ്ങളുമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ നേരെ വരുന്ന ഫേക്കായിട്ടുള്ളത്, വ്യാജമായിട്ടുള്ളത് ദൈവം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ റിവീൽ ചെയ്ത് തരും.
ദൈവം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരും. ഒരു സംശയമില്ല. ദൈവത്തിന് മഹത്വം. ഇവിടെ അങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചത്. എന്താ വെളിപ്പെടുത്തിയത്? നീ പോകുക, നീ അവിടെ പോയി അവരെ ഒടുങ്ങും വരെ സംഹരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ട് യഹോശാഫാത്തിന് അതൊരു ദൈവശബ്ദമായിട്ട് അങ്ങോട്ട് ക്ലിക്കായില്ല. ആഹാബിനോട് ഇനി ആരെങ്കിലും ഉണ്ടോ? 850 പേര് പറയുന്നുള്ള കാര്യം മറക്കരുത്. ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം അനുകൂലമായിട്ട് അങ്ങോട്ട് പറഞ്ഞെന്നുള്ള കാര്യം മറക്കരുത്. യഹോശാഫാത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? പറയും ഇനി ഒരുത്തനുണ്ട്. അവന് ശരിയായിട്ടുള്ള പ്രവചനമല്ല. അവൻ എന്നെക്കുറിച്ച് ഗുണമൊന്നും പറയാറില്ല, ദോഷമേ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങ് മാറ്റി അവൻ്റെ വീട്ടിൽ അങ്ങ് ആക്കി വെക്കുക. യഹോശാഫാത്തിന് മനസ്സിലായി അവൻ തന്നെയാണ് യഥാർത്ഥ പ്രവാചകൻ. അവനെ കൂടെ ഒന്ന് വിളിപ്പിക്കുക. അങ്ങനെ യഹോശാഫാത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആഹാബ് ഭൃത്യന്മാരെ അയക്കുക. ഭൃത്യന്മാർ പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അവനോട്, മക്കളെ ഇത്രയും പ്രവാചകന്മാർ രാജാവിനോട് പറഞ്ഞേക്കുക, നീ അവിടെ അങ്ങ് ചെന്ന് നോയെന്നൊന്നും പറയരുത്. ഓക്കെ ഒക്കെ പറഞ്ഞ് വന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴോ അവൻ ആദ്യം പൊയ്ക്കോന്നൊക്കെ പറഞ്ഞെങ്കിലും യഹോശാഫാത്ത് പറയുക, നീ എന്നോട് സത്യമേ പറയത്തുള്ളെന്ന് യഹോവയുടെ ആ വാക്യം 16-ാം വാക്യത്തിലുണ്ട്. രാജാവ് അവനോട് നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയണമെന്ന് ചോദിച്ചു. മനസ്സിലായി? അതിനകത്ത് ആര് വീണു? മീഖായാവ് വീണു. ഹല്ലേലൂയ! യഥാർത്ഥ ദൈവാലോചന പേടി കൂടാതെ, കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരുത്തരെങ്കിലും ഉണ്ടല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓക്കെ, ആമേൻ. അവനെ വിളിച്ചോണ്ട് വന്നപ്പോൾ ആദ്യം എന്തോ പറഞ്ഞേ? പോയിക്കോ, കുഴപ്പമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ആമേൻ. അവരെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയൊന്നുമില്ല. അവരിഷ്ടപ്രകാരം പോകുന്നവനാ. ഇപ്പം ദൈവാലോചന കേട്ടിട്ട് അത് അനുസരിക്കാനും പോകുന്നില്ല. മനസ്സിലായോ? ദൈവാലോചന കേട്ടിട്ട് അതിൻ്റെ പുറകെ ഒന്നും ചൂടുവെക്കാനൊന്നും പറഞ്ഞു. അതുകൊണ്ട് മീഖായ ഒന്നും പറഞ്ഞില്ല, അങ്ങ് വിട്ട് പോയിക്കോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ ഉടനെ യഹോശാഫാത്തിന് മനസ്സിലായി ഇതെന്തോ അല്ല, ദൈവശബ്ദമല്ല. ഭയത്തിനകത്തുനിന്നാണ് പറയുന്നത്, ചുമ്മാതെ പറയുക. അവൻ പറയുക, ദൈവനാമത്തിൽ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം സത്യം ചെയ്യണം, സത്യമല്ലാതെ ദൈവശബ്ദമല്ല. ആമേൻ. മീഖായാവിന് മനസ്സിലായി ദൈവശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്, ദൈവാലോചന അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്. അടുത്ത നിമിഷം വെട്ടൊന്ന് 100 2 രീതിയിൽ ദൈവശബ്ദം വിളിച്ച് പറയുക. പക്ഷെ അടുത്ത നിമിഷം അവന് കിട്ടിയതേ ചെവിട്ട തടിയായിരുന്നു കേട്ടോ. സിദെക്കീയാവ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മ ഇങ്ങനൊരു ദൂത് പറയാൻ എന്നെ വിട്ടിട്ട് ഏതുവഴിയാടാ നിൻ്റെ അടുത്തോട്ട് വന്നത്? അടി കൊണ്ടിട്ടും മീഖായാവ് മൗനമായിട്ടിരുന്നെന്നല്ല ഇവിടെ വായിക്കുന്നേ, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന സമയത്ത് അത് കാണും. ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് കേൾക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവാലോചനയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ലെന്നുള്ള സന്ദേശമാണ് കർത്താവ് നമ്മളോട് സംസാരിച്ചത്. ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിലും ആപ്ലിക്കബിൾ ആക്കാമെങ്കിൽ ഒത്തിരി ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. സ്വർഗീയ പിതാവേ, ഇടപെട്ട ഈ ശാന്തമായ സന്ദേശം ഹൃദയമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഹൃദയംഗമായിട്ട് ഈ ദൂതിന് മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവജീവൻ വ്യാപരിക്കട്ടെ. ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ചിലത് അങ്ങയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിന് പ്രകാരം ജീവിതം പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കരുത്തും ബലവും കൃപയും ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.